പ്രൈസ് ദി ലോർഡ്. പ്രാരംഭത്തിൽ പാട്ടുകൾ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പൗർഷൻ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. തുറന്നുള്ള ശുശ്രൂഷകളുടെ മേലും ദൈവത്തിന്റെ വലിയ കൃപ പകരപ്പെടേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. ആമുഖമായി ചില ചിന്തകൾ നമ്മൾ ഒരുമിച്ച് പങ്കുവച്ചതിന് ശേഷം അടുത്ത ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം ഞാനിവിടെ വായിക്കുന്നു. 89-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം. 89-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം ഞാനിവിടെ പരസ്യമായി വായിക്കുന്നു. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. സർവശക്തനായ ദൈവം ദാവീദിനെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ആ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. ദൈവം തിരഞ്ഞു നടക്കുകയാണ്. ദൈവം പറയുന്നു, ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. അടുത്ത വാക്യത്തിൽ പറയുന്നു, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്യുന്നത് മനുഷ്യനല്ല, ദൈവമാണ് അഭിഷേകം ചെയ്യുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിങ്ങനെയാണ് വായിച്ചു തുടങ്ങുന്നത്. ശമൂവേൽ പ്രവാചകൻ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചിരിക്കുകയാണ്. ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ഞാൻ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിയിരിക്കുന്നു. നീ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് ഇശായിയുടെ വീട്ടിലേക്ക് പുറപ്പെടുക. അവൻ്റെ മക്കളിൽ ഒരുവനെ ഞാൻ രാജാവായി കണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നവനെ നീ അഭിഷേകം ചെയ്യണം. ശമൂവേൽ പ്രവാചകൻ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് ഇശായിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇശായി തൻ്റെ മൂത്ത മകനായിരിക്കുന്ന ഏലിയാവിനെ ശമൂവേൽ പ്രവാചകന് മുൻപിൽ നിർത്തി. ശമൂവേൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നല്ലൊരു ചെറുപ്പക്കാരൻ, ഇവനായിരിക്കും അടുത്ത രാജാവെന്ന് വിചാരിച്ച് ആ തൈലക്കൊമ്പ് ഏലിയാവിൻ്റെ തലയിലേക്ക് ഒഴിക്കുവാൻ വേണ്ടി ചായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ശമൂവേലോട് പറഞ്ഞു, ഇവനെയല്ല ഞാൻ കണ്ടിരിക്കുന്നത്. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല ഞാൻ നോക്കുന്നത്. ശമൂവേൽ നോക്കിയത് അവൻ്റെ മുഖമാണ് നോക്കിയത്. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ മനുഷ്യൻ്റെ മുഖമല്ല നോക്കുന്നത്, ഞാൻ ഹൃദയത്തെയാണ് നോക്കുന്നത്. ഇന്ന് പകലൊരു ദൂത് ഞാൻ പറയാം. മനുഷ്യൻ പുറമേയുള്ളത് നോക്കും, പക്ഷെ ദൈവം പുറമേയുള്ളതല്ല നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെയാണ്. ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഹന്ന, പക്ഷെ ഹന്നയുടെ പുറമേയുള്ള അവസ്ഥ മാത്രമേ പുരോഹിതന് കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷെ അകം കണ്ടത് സർവശക്തനായ ദൈവമാണ്. ആലയത്തിൽ നിന്ന് ഹന്ന മടങ്ങിപ്പോകുമ്പോൾ പിന്നെ അവളുടെ മുഖം വാടിയില്ല എന്ന് എഴുതിയിരിക്കുന്നത്. ഇന്ന് ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. മനുഷ്യൻ പുറമേയുള്ളത് നോക്കി മാർക്കിടുമ്പോൾ, പുറമേയുള്ളത് നോക്കി നമ്മളെ കുറ്റം വിധിക്കുമ്പോൾ, നമുക്കെതിരെ സംസാരിക്കുമ്പോൾ, നമ്മളെക്കുറിച്ച് പല കാര്യങ്ങൾ അവർ സംസാരിക്കുമ്പോൾ, ഇന്ന് പകൽ തിരിച്ചറിയണം. പ്രാർത്ഥനാ റൂമിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾ കയറി സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തുമ്പോൾ നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുമ്പോൾ ദൈവം ഹൃദയത്തെ നോക്കി മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം. നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന, നമ്മുടെ വേദനകളെ അറിയുന്ന, നമ്മുടെ നൊമ്പരം അറിയുന്ന, നമ്മുടെ ഹൃദയം ഒന്ന് പിടയ്ക്കുമ്പോൾ, നമ്മുടെ മനസ്സൊന്ന് നൊമ്പരപ്പെടുമ്പോൾ നമ്മളെ അറിയുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് പിന്നത്തേതിൽ ദാവീദ് തന്നെ പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് തകർന്ന ചില ഹൃദയങ്ങളെ, നുറുങ്ങിയ ചില ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് ഈ ജൂലൈ മാസം 31-ാം തീയതി ഈ പകലിൽ ദൈവം ചിലരെ ബലപ്പെടുത്തുകയാണ്. ചിലരെ ദൈവം ഇന്ന് മുറിവ് കെട്ടുകയാണ്. മുറിഞ്ഞിരിക്കുന്ന, തകർന്നിരിക്കുന്ന ചില ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ മുറിവുകളെ കെട്ടുന്ന ഒരു പകലായി മാറുകയാണ്. മനുഷ്യന്റെ കരങ്ങൾ അസ്തമിക്കുന്നിടത്ത് നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന സ്വർഗത്തിലെ ഒരു കരമുണ്ട്. ആ കരം ഇന്ന് പകലിൽ ചിലരെ മുറിവുകളെ കെട്ടുകയാണ്. ചിലരെ ഇന്ന് പകലിൽ ദൈവാത്മാവ് ധൈര്യപ്പെടുത്തുകയാണ്. ചിലരെ അവരുടെ കാലുകളെ മുൻപോട്ട് വെക്കത്തക്കവണ ഒരു അഭിഷേകത്തിന്റെ ശക്തി ചിലരുടെ മേൽ പകരപ്പെടുകയാണ്. ഇശായി ഓരോരുത്തരെ ശമൂവേലിന് മുൻപിൽ നിരത്തി നിർത്തുകയാണ്. 7 പേരെ നിർത്തി. ശമൂവേൽ ചോദിച്ചു, എല്ലാവരുമായോ? ഇശായി പറഞ്ഞു, ഒരുവനുണ്ട്, അവന് വലിയ കഴിവുള്ളവനല്ല, അവനെ ആടിനെ മേയിക്കുവാൻ വനാന്തരങ്ങളിൽ വിട്ടിരിക്കുകയാണ്. ശമൂവേൽ പറഞ്ഞു, അവനെ വിളിക്കുക. ഇശായിയുടെ വീട്ടിലേക്ക് ദാവീദ് വരുമ്പോൾ അവിടെ ഒരു പദം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചൊരു പദം. അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇശായിയുടെ വീട്ടിലേക്ക് ദാവീദ് വന്ന് കയറുമ്പോൾ യഹോവ എഴുന്നേറ്റെന്ന് വായിക്കുന്ന. യഹോവ എഴുന്നേറ്റ് ശമൂവേലോട് പറഞ്ഞു, ഇവനെ അഭിഷേകം ചെയ്യുക. ദാവീദിന്റെ മേൽ ശമൂവേൽ അവിടെ അഭിഷേകം ചെയ്യുകയാണ്. ഇന്നത്തെ എൻ്റെ ദൂത് ഇതാണ്. അഭിഷേകം വീണവൻ്റെ പ്രത്യേകത എന്താ? ഒന്നാമത്തെ പ്രത്യേകത, അഭിഷേകം വീണ് കഴിയുമ്പോൾ സാധാരണക്കാരൻ അസാധാരണക്കാരനായി മാറുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത, അഭിഷേകം വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരൻ അസാധാരണക്കാരനായി മാറുകയാണ്. അതുവരെ കഴിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ദാവീദ്
ആടിനെ മേയ്ക്കുന്ന സാധാരണക്കാരനായ ദാവീദ്. പക്ഷേ അവൻ്റെ മേൽ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്ഥാനം മാറി, അവൻ്റെ അവസ്ഥകൾ മാറി, അവനൊരു പുതിയ അനുഭവത്തിലേക്ക് അവൻ നടന്ന് കയറുകയാണ്. ഇന്ന് പകൽ തിരിച്ചറിയണം, ലോകം നിന്നെ തള്ളിക്കളഞ്ഞാലും, ചുറ്റുപാടുള്ളവർ നിന്നെ തള്ളിക്കളഞ്ഞാലും, എന്തിന് സ്വന്തം അപ്പനും അമ്മയും നിന്നെ തള്ളിക്കളഞ്ഞാലും, അഭിഷേകം നിന്റെ മേൽ വീണ് കഴിയുമ്പോൾ നീ സാധാരണക്കാരനല്ല, അസാധാരണക്കാരനായി മാറുകയാണ്. നിന്നിലൂടെ ചില അത്ഭുതങ്ങൾ ഇന്ന് പകൽ പുറത്തു വരുമെന്ന് തിരിച്ചറിയണം. യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് യേശുവിനെ അകലം വിട്ട് അനുഗമിച്ച പത്രോസ്, പക്ഷേ മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പത്രോസിന്റെ മേൽ വന്നു കഴിയുമ്പോൾ അവനിലൂടെ നടന്ന അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ കണ്ടിട്ട് മഹാപുരോഹിതന്മാർ ആശ്ചര്യപ്പെടുകയാണ്. അവർ പറയുന്നു, പത്രോസും യോഹന്നാനും ഒക്കെ ചെയ്യുന്ന ഈ വീര്യപ്രവർത്തികൾ കണ്ടിട്ട് അവരിങ്ങനെ പറയും, ഇവരെ സാധാരണക്കാരാണ്, ഇവർ പഠിപ്പില്ലാത്തവർ, മുക്കുവന്മാരാണ്, കഴിവില്ലാത്തവരാണ്. പക്ഷേ ഇവരുടെ മേൽ കണ്ടിരിക്കുന്ന ധൈര്യം കണ്ടിട്ട് മഹാപുരോഹിതന്മാർ പോലും ആശ്ചര്യപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിയണം, ഹല്ലേലൂയ, നമ്മളെ അസാധാരണക്കാരായി മാറ്റുന്നത് നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ അഭിഷേകമാണ്. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് സംസാരിക്കുമ്പോൾ ദൈവച്ചരോട് പറയുന്നു, ഒരു വീടിന്റെ അകത്തു നിന്ന് പുറത്തിറക്കുവാൻ കഴിയാതെ, നീ ഒരു വീടിന്റെ അകത്ത് ഒളിച്ചിരിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ കഴിയാതെ, മറ്റുള്ളവരിലേക്കൊന്ന് നോക്കുവാൻ കഴിയാതെ ഒരു ഇരുട്ട് മുറിക്കകത്ത് കയറി നീ അടഞ്ഞിരിക്കുമ്പോൾ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ആ മുറിയുടെ അകത്തേക്ക് ഞാനിവിടെ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കുകയാ. നിന്നെ ആ റൂമിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരികയാ. പല ആളുകൾ നിന്നെ കുറ്റം വിധിച്ച് ലജ്ജ കൊണ്ട് തലമൂടി ഒരു മുറിക്കകത്ത് പൂട്ടി കഥകടച്ചിരിക്കുമ്പോൾ ഇന്ന് പകലെ ദൈവം പറയുന്നു, നിന്നെ പുറത്തു കൊണ്ടുവരികയാ. ചില തലമുറകളെ നോക്കി മാതാപിതാക്കന്മാർ വേദനപ്പെടുകയാ, എന്റെ തലമുറ ഇങ്ങനെ ആയിപ്പോയല്ലോ. പക്ഷേ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നില്ല, നിന്റെ കണ്ണുനീരിന്റെ മറുപടിയായി നിന്റെ തലമുറയുടെ മേൽ ഇന്ന് പകൽ അഭിഷേകം വെളിപ്പെടുകയാ. മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കുവാൻ കഴിയാതവണ് ഓടി ഒളിക്കുന്ന നിന്നെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുകയാ. നീ ഒരു സാധാരണക്കാരനായിട്ടല്ല, ഒരു അസാധാരണക്കാരനായിട്ട് നീ പുറത്തേക്ക് വരികയാണ്. ഹല്ലേലൂയ. എത്രയോ പേരുടെ അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. സാധാരണക്കാർ, പഠിപ്പില്ലാത്ത, മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ പുറകോട്ട് പോയ ലക്ഷക്കണക്കിന് ആളുകളെ ദൈവത്തിന്റെ അഭിഷേകം വന്നപ്പോൾ അവർ പുറത്തു വന്നെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, അതുപോലെ ദൈവം നിന്നെയും അഭിഷേകത്തോടെ നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. അഭിഷേകം വന്നു കഴിയുമ്പോൾ നീ ആൾ മാറി തുടങ്ങുക. ഓടി ഒളിച്ച പത്രോസിന്റെ മേൽ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ അവൻ അസാധാരണക്കാരനായി മാറിയതുപോലെ, എന്തിന് പത്രോസ് നടന്നു പോകുമ്പോൾ അവനെ നിഴലുകൾ തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യമായി. എന്താ കാരണം? അവന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെട്ടു വരുമ്പോൾ നിന്നിലൂടെ ദൈവത്തിന് ചില വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത, വാക്യങ്ങൾ വായിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിടുന്നത്. രണ്ടാമത്തെ പ്രത്യേകത, അഭിഷേകം വന്നു കഴിഞ്ഞാൽ പിന്തിരിഞ്ഞോടത്തില്ല. ഏത് പ്രതിസന്ധികൾ വന്നാലും അഭിഷേകമുള്ളവൻ തിരിഞ്ഞോടത്തില്ല. ദാവീദ് അതുകൊണ്ട് 27-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു സൈന്യം എനിക്ക് നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഒരു വലിയ സൈന്യം എനിക്ക് നേരെ യുദ്ധത്തിന് വന്നാലും, എതിരിന് വന്നാലും, പോരിന് വന്നാലും, പോർവിളികളുമായി എനിക്ക് നേരെ വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല. എന്താ കാരണം എന്നറിയാമോ? എൻ്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. അഭിഷേകമുള്ളവൻ പുറകോട്ട് തന്നെ കാലുകൾ വെക്കത്തില്ല. അഭിഷേകമുള്ളവൻ യുദ്ധക്കളത്തിൽ നിന്ന് പോരാടും. 40 ദിവസമായിട്ട് ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്ത്, അവന്റെ സൈസ് കണ്ടിട്ട് പലരും ഭയപ്പെട്ട് പുറകോട്ട് നിൽക്കുക. ദാവീദിന്റെ മിടുക്കന്മാരായ ചേട്ടന്മാര് ആ യുദ്ധക്കളത്തിലുണ്ട്. പക്ഷേ അവരെല്ലാം ഭയപ്പെട്ട് നിൽക്കുമ്പോൾ, എന്തിന് അഭിഷേകമുണ്ടെന്ന് പറഞ്ഞ ശൗല് പോലും കൊട്ടാരത്തിന്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുക. കാരണം അവനിലെ അഭിഷേകം നഷ്ടപ്പെട്ടു. അഭിഷേകം നഷ്ടപ്പെട്ടവൻ കൊട്ടാരത്തിന്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുമ്പോൾ അഭിഷേകമുള്ളവൻ പുറത്തു വരികയാ. ദാവീദ് പറയുന്നു, ഞാൻ അവനെ നേരിടാം. ഗോലിയാത്തിന് നേരെ ദാവീദ് വരിക. തോട്ടിൽ നിന്ന് 5 കല്ലുകൾ പിറക്കിയെടുത്ത് ഗോലിയാത്തിന് നേരെ വരുമ്പോൾ ഗോലിയാത്ത് പറയുന്നു, ഇന്ന് ഞാൻ നിന്റെ തലവെട്ടി ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായി കൊടുക്കുമെന്ന് പറയുമ്പോൾ ദാവീദ് പറയുന്ന ഒറ്റ കാര്യമുണ്ട്, നീ നിന്ദിച്ച ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഹല്ലേലൂയ. മിടുക്കന്മാരായ ചേട്ടന്മാർ യുദ്ധക്കളത്തിൽ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ അഭിഷേകമുള്ളവൻ ശത്രുവിനെ നേരിടുകയാ. അവൻ ഓടിയില്ല, അവൻ ഭയപ്പെട്ടില്ല, ധൈര്യമായി അതിനെ നേരിട്ടതുപോലെ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഹല്ലേലൂയ, അഭിഷേകമുള്ളവൻ പുറകോട്ട് പോകത്തില്ല. അഭിഷേകമുള്ളവൻ വിശ്വാസത്താൽ അവന്റെ ചുവടുകൾ മുൻപോട്ട് വെക്കും. ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രത്യേകത, അഭിഷേകമുള്ളവൻ ദൈവത്തെ ആരാധിക്കും. ആളുകളെ നോക്കത്തില്ല, ശക്തമായ ദൈവത്തെ ആരാധിക്കും. 2 ശമൂവേൽ പുസ്തകം 6-13 വാക്യം വായിക്കുമ്പോൾ ഓബേദ് ഏദോമിന്റെ വീട്ടിൽ നിന്ന് പെട്ടകം കൊണ്ടുവരികയാണ്. ആ പെട്ടകം കൊണ്ടുവരുന്ന സമയത്ത് ദാവീദ് ആ പെട്ടകത്തിന്റെ മുൻപിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുകയാണ്. ആ സമയത്ത് ശൗലിന്റെ മകളായിരിക്കുന്ന മീകൾ കിളിവാതിലൂടെ ദാവീദിനെ നോക്കിയിട്ട് പറയും, നീ ആരാണെന്ന് അറിയാമോ? നീ ഒരു സാധാരണക്കാരനല്ല, നീ രാജാവാണ്. നീ ഈ പെട്ടകത്തിന് മുൻപിൽ നിന്നെ തന്നെ അനാവൃതമാക്കി പഞ്ഞിനൂലങ്കി വസ്ത്രം ധരിച്ച് നീ ഇങ്ങനെ നൃത്തം ചെയ്യരുത്, അതെനിക്ക് നാണക്കേടാ. പക്ഷെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ അഭിഷേകം ചെയ്ത, എന്നെ ഉയർത്തിയ, എന്നെ മാനിച്ച എൻ്റെ ദൈവത്തെ എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. അത് സ്ഥലം ഞാൻ നോക്കാറില്ല. ഈ ദൈവ സാന്നിധ്യം ഞാൻ അറിയുമ്പോൾ ഹൃദയം തുറന്ന് തുള്ളിച്ചാടി പെട്ടകത്തിന് മുൻപിൽ ദൈവത്തെ ദാവീദ് ആരാധിക്കും. ദാവീദ് പറഞ്ഞ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്, നിന്റെ അപ്പനെ തള്ളിക്കളഞ്ഞ് മിടുക്കന്മാരും ഒക്കെയുള്ള എൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് എന്നെ അഭിഷേകം ചെയ്ത ദൈവത്തെ എനിക്ക് മറക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ തിരിച്ചറിയണം, അഭിഷേകമുള്ള നീ വാപ്പൂട്ടി ഇരിക്കരുത്, കരം കെട്ടി ഇരിക്കരുത്, ആദരം തുറന്ന് ദൈവത്തെ ആരാധിക്കണം. നമ്മെ മാനിക്കുന്നത്, നമ്മെ ഉയർത്തിയ, നമ്മെ ഒരു കാലത്ത് എവിടെയായിരുന്നു? ഒരു കാലത്തൊന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ നാം യോഗത്തിന് പോകുമായിരുന്നു, പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു, കൂട്ടായ്മയ്ക്ക് പോയ സമയം നമുക്ക് വിഷയമല്ലായിരുന്നു. പക്ഷേ
ഇന്ന് ഹല്ലേലൂയ സമയം നമുക്ക് വിഷയമാ. ഇന്ന് ആരാധനയ്ക്ക് നമ്മൾ സമയങ്ങൾ വെച്ചിരിക്കുക. ഒരു സമയം കഴിയുമ്പോൾ ഹല്ലേലൂയ ഞാൻ കേട്ടിട്ടുണ്ട്, പുറകിൽ നിന്ന് പതിയെ പാസ്റ്റർക്ക് നേരെ വാച്ചുകൾ ഉയർത്തുന്ന സമ്പ്രദായങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുക. ചില ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറയും. അപ്പോൾ പാസ്റ്റർ മനസ്സിലാക്കണം എന്താണെന്നറിയാമോ, യോഗം നിർത്താറായി എന്ന്. പക്ഷേ ഇന്ന് പകൽ തിരിച്ചറിയണം, നീ അഭിഷേകത്തിന്റെ മുൻപിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്നെ ഉയർത്തിയ, നിന്നെ കരുതിയ, നിന്നെ മാനിക്കുന്ന ആ ദൈവത്തെ ഇന്ന് പകൽ നീ മറന്നുപോകാതെ അഭിഷേകത്തിന്റെ ശക്തിയോടെ നീ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങണം. ദാവീദ് പറയുന്നു, എന്നെ ഉയർത്തിയ അഭിഷേകം, എന്നെ ഉയർത്തിയ ദൈവം, എന്നെ മാനിച്ച സർവശക്തനായ ദൈവത്തെ എനിക്ക് മറക്കാൻ കഴിയത്തില്ല. അടുത്ത പ്രത്യേകത, അഭിഷേകമുള്ളവൻ നടന്നു പോയാൽ മതി, ദുരാത്മാക്കൾ അഴിഞ്ഞു വീടും. ശൗലിനെ പരിശുദ്ധാത്മാവ് വിട്ടുമാറിയപ്പോൾ പിന്നെ അവനെ ഭരിക്കാൻ ദുരാത്മാവ്, ഇടയ്ക്കിടയ്ക്ക് ദുരാത്മാവ് വരും. പക്ഷെ അത് മാറുവാൻ അഭിഷേകമുള്ള ദാവീദ് കിന്നരം വായിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ തിരിച്ചറിയണം, അഭിഷേകമുള്ളവന്റെ മുൻപിൽ ഇരുട്ടിന്റെ ശക്തികൾ കീഴടങ്ങും. നീ അഭിഷേകത്തോടെ ആരാധിക്കുമ്പോൾ, അഭിഷേകത്തോടെ നടക്കുമ്പോൾ നിന്റെ മുൻപിൽ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽ കീഴടങ്ങുമെന്ന് തിരിച്ചറിയണം. ശിഷ്യൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിളിച്ചു പറഞ്ഞു, അയ്യോ പ്രവാചകനെ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല, നാം പാർക്കുന്ന ഈ മല മുഴുവൻ അരാമിന്റെ സൈന്യം വളഞ്ഞിരിക്കുന്നു. പക്ഷേ അഭിഷേകമുള്ളവരെ തിരിച്ചറിയാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഇതിനെ നമ്മോട് അടുക്കുവാൻ കഴിയത്തില്ല, ഇതിനെ നമ്മോട് അടുക്കുവാൻ കഴിയത്തില്ല. നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ഇതിനു ചുറ്റും ഇറങ്ങി നിൽപ്പുണ്ട്. അഭിഷേകമുള്ളവൻ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകും, അഭിഷേകമുള്ള ദർശനങ്ങൾ കാണുവാൻ തുടങ്ങും, അഭിഷേകമുള്ളവന്റെ മുൻപിൽ ദുരാത്മാക്കൾ കീഴടങ്ങുവാൻ തുടങ്ങും. ഇന്ന് പകൽ എത്ര പേർ അവൻ ആഗ്രഹിക്കുന്നു, ഈ അഭിഷേകം എൻ്റെ മേൽ ഒന്ന് ജ്വലിക്കണം, ഈ അഭിഷേകം എൻ്റെ മേൽ ഒന്ന് വരണം? എത്ര പേർ ആഗ്രഹിക്കുന്നു? ആഗ്രഹിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ ദൈവാത്മാവ് തന്റെ ശക്തി പകരപ്പെടുകയാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, അഭിഷേകം പകരുന്നത് മനുഷ്യനല്ല, അഭിഷേകം പകരുന്നത് സർവശക്തനായ ദൈവമാണ്. അഭിഷേകം നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ആള് മാറി തുടങ്ങും. അഭിഷേകം നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ പിന്തിരിഞ്ഞോടുകയില്ല. ഏത് പ്രതിസന്ധികളെയും ധൈര്യമായി നിനക്ക് നേരിടുവാൻ കഴിയും. ആമേൻ. അഭിഷേകമുള്ളവൻ സ്ഥലം മറന്ന് ദൈവത്തെ ആരാധിക്കും. അഭിഷേകമുള്ളവന്റെ മുൻപിൽ ദുരാത്മാക്കൾ കീഴടങ്ങും. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കും, ഈ അഭിഷേകം എൻ്റെ മേൽ വരണമെന്ന് എത്ര പേർ പ്രാർത്ഥിച്ചു തുടങ്ങും? അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവം തന്റെ ശക്തി ഇന്ന് പകൽ അയക്കും. വിശ്വസിച്ച് ഒരുമിച്ച് ഗായക സംഘത്തോട് ചേർന്ന് പാടി നാം ദൈവത്തെ സ്തുതിക്കുവാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തോട് കണ്ണുനീരോട് പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ അഭിഷേകം എൻ്റെ മേലൊന്ന് പകരപ്പെടണമേ, ഈ അഭിഷേകം എൻ്റെ മേലൊന്ന് ജ്വലിക്കണമേ. ഇന്നലകൾ നഷ്ടപ്പെട്ട അഭിഷേകം മടക്കി പ്രാപിപ്പാനുള്ള ഒരു പകലാണിത്. ഈ പകലിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ചിലരുടെ നാം ഒരുമിച്ച് പാടുമ്പോൾ ഈ അഭിഷേകം ഇന്ന് പകൽ വെളിപ്പെടുകയാണ്, ചിലരെ പുറത്തു വരികയാണ്, ചിലരെ ആൾ മാറ്റുകയാണ്. ശക്തമായ നിലയിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഈ കാലഘട്ടങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതിനു വേണ്ടി ദൈവാത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരുമിച്ച് ഗായക സംഘത്തോട് ചേർന്ന് പാടി ഈ പകൽ ദൈവത്തെ ആരാധിക്കാം.